രമേശ് നോക്കൂ, സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചിരുത്തി കേരളത്തെ എങ്ങനെയാണ് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നത് സംബന്ധിച്ച് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വാർത്താലേഖകരോട് പറഞ്ഞത് സംയുക്ത സമരം ഇനിയിപ്പോൾ UDF-ൽ ആലോചിച്ചിട്ട് വേണമെന്നുള്ളതാണ്. അത് തള്ളിക്കളയുന്നില്ല പ്രഥമ ദൃഷ്ട്യ. അപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ ഒരു മാസത്തിൽ 2 വട്ടം വരുന്നുണ്ടെങ്കിലും പാർട്ടി പരിപാടികൾക്കാണ് വരുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പക്ഷേ ആ നിലയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് കേരളത്തിലെ ഭരണപക്ഷത്തിന് നേരത്തെ അഭിപ്രായമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷവും അതേക്കുറിച്ച് കൺവിൻസ്ഡായി വരികയാണ്. ശ്രീ MT രമേശ്, പ്രധാനമന്ത്രി ഓരോ പ്രാവശ്യവും കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന് കൈനിറിയ സമ്മാനങ്ങളുമായിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. ആകെ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ വന്ന സമയത്ത് സർക്കാർ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു മുമ്പ് വരുമ്പോഴൊക്കെ സർക്കാർ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ആ സർക്കാർ പ്രോഗ്രാമുകളെല്ലാം കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഈ പ്രാവശ്യം പോലും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 2 പ്രധാനപ്പെട്ട വലിയ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രയോജനം കേരളത്തിന് കൂടി, കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിന് കൂടി പ്രയോജനകരമായിട്ടുള്ള വികസനമാണ്. അപ്പോൾ കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും ഉതകുന്ന നിരവധി പദ്ധതികൾ ഇതിനു മുമ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെയും പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിക്കുന്നതിൽ ഞങ്ങൾ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം ഏതാനും മാസങ്ങൾക്കപ്പുറത്തുള്ളൊരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലുള്ള ഒരു മത്സരമാണല്ലോ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ മത്സരത്തിൽ ഈ 2 കൂട്ടരും ഒരു മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയാൽ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് BJP. അവർ ഒരുമിക്കുക തന്നെ വേണം. VD സതീശനും പിണറായി വിജയനും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോം തീർത്ത് നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇവിടെ യഥാർത്ഥമായ മുഖമെന്താണെന്ന് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പോയി ചർച്ച നടത്താത്തത്? അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തട്ടെ. അപ്പോഴാണല്ലോ സത്യം എന്താണെന്ന് കേരളത്തിലെ പലതവണ ഇപ്പോൾ പ്രധാനമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായിട്ടൊക്കെ തന്നെയും വിവിധ തലങ്ങളിൽ കൂടിയാലോചന. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയെ KN ബാലഗോപാൽ ചെന്ന് കണ്ടു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ഇടവേളയിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് സംഭവിക്കാത്തതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഫെഡറൽ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതി ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ ഒരു സംസ്ഥാനം പോകുന്നത്. സുപ്രീം കോടതിയിൽ കേസ് വരട്ടെ നികേഷേ. ആരാണ് സാമ്പത്തികമായി ഞെരുക്കുന്നത്? ഇവർ പറയുന്നത് ഇവരുടെ ആഗ്രഹങ്ങളാണ്. കേരളത്തിന് പല ആഗ്രഹങ്ങളുണ്ടാകും. ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടണമെന്ന് കേരളത്തിന് ആഗ്രഹമുണ്ടാകാം. കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് കേന്ദ്രത്തിന് കൂടുതൽ പണം കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. പക്ഷേ ആഗ്രഹങ്ങളല്ലല്ലോ, രാജ്യത്തിലെ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലേ കേന്ദ്ര സർക്കാരിന് പണം കൊടുക്കാൻ സാധിക്കുള്ളൂ.